വിട്, ചേച്ചിയെ വിട്. ലച്ചു രമേശിനെ പുറത്തിരട്ടും കൈക്കിട്ടും എല്ലാം അടിച്ചു. ഭദ്ര അയാളെ സർവ്വശക്തിയും എടുത്ത് പുറകിലേക്ക് ആഞ്ഞു തള്ളി. അയാൾ അടുപ്പിൻ്റെ അടുത്തേക്ക് പോയി വീണു. ചേച്ചി! ലച്ചു ഭയത്തോടെ ഭദ്രയെ വിളിച്ചു. ഭദ്ര വേഗം അവൾ എടുത്തു വെച്ചിരുന്ന വാക്കത്തി കയ്യിലെടുത്ത് പിടിച്ച് രമേശിനെ നോക്കി. അയാൾ ദേഷ്യത്തിൽ അവർക്ക് നേരെ തിരിഞ്ഞതും കണ്ടത് വാക്കത്തിയും പിടിച്ച് അയാളെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ നിൽക്കുന്ന ഭദ്രയാണ്. ഇറങ്ങടോ, ഇറങ്ങാൻ! അവൾ വാതിലിലേക്ക് വാക്കത്തി പിടിച്ച കൈ ചൂണ്ടി. രമേശൻ അവളെയും ലച്ചുവിനെയും നിന്ന് നോക്കി. എടി, ഞാൻ പറയുന്നത് ഞങ്ങൾക്കൊന്നും കേൾക്കണ്ട. താ ഇനി ഒന്നും ഇവിടെ ഒന്ന് പറയുകയും വേണ്ട. ഇവിടുന്ന് പോടോ, പോകാൻ! അയാൾ പറഞ്ഞു വരുന്നത് കേൾക്കാൻ നിൽക്കാതെ അവൾ അയാൾക്ക് നേരെ അലറി. അയാൾ ചുറ്റുമൊന്ന് നോക്കി. തൻ്റെ തനിനിറം ഞാൻ ഈ നാട്ടുകാരെ ഒക്കെ അറിയിക്കുമ്പോഴോ? ഇനി നല്ല പിള്ള ചമഞ്ഞ് താൻ ഈ നാട്ടിലൂടെ നടക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഭദ്ര പറഞ്ഞത് കേൾക്കെ അയാളൊന്ന് പതറി. എങ്കിലും അവളെ പുച്ഛത്തോടെ നോക്കി. നീ എന്ത് പറയുന്നതാടി? ഞാൻ അന്തിക്ക് കൂട്ടുകിടക്കാൻ നിൻ്റെ അരികിലേക്ക് വന്നെന്നോ? അയാൾ പുച്ഛത്തോടെ തന്നെ ചോദിച്ചു. ഭദ്ര അയാളെ രൂക്ഷമായി നോക്കി. അങ്ങനെ നീ പറഞ്ഞാൽ നിന്നെ ആര് വിശ്വസിക്കുമെന്നാ? നീയാന്ന് ഈ നാട്ടുകാർക്കെല്ലാം അറിയാം. അങ്ങനെയുള്ളപ്പോൾ നീ പറയുന്നത് ആര് വിശ്വസിക്കാനാണ്? അയാൾ പുച്ഛത്തോടെ തന്നെ ചോദിച്ചു. ഇറങ്ങിപ്പോടോ, പോകാൻ! ഇല്ലേ തന്നെ ഞാൻ കൊല്ലും. ഭദ്ര വന്യമായ മുഖഭാവത്തോടെ അയാൾക്ക് നേരെ അലറി. രമേശിന് അവളുടെ ഭാവവും നിൽപ്പും കണ്ടും ചെറുതായി ഭയം തോന്നി. എടി, പൈസ തരത്തില്ല എന്ന് വിചാരിച്ചാണെങ്കിൽ പേടിക്കണ്ട, ഞാൻ കുറച്ച് പൈസയെല്ലാം കഴിഞ്ഞു തരാം. രമേശൻ അവളെ അനുനയിപ്പിക്കാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. ഭദ്ര പെട്ടെന്ന് മുന്നോട്ടാഞ്ഞ് അയാൾക്ക് നേരെ വാക്കത്തി വീശി. അയാൾ സൈഡിലേക്ക് മാറിയെങ്കിലും കത്തി അയാളുടെ കയ്യിലൂടെ ഉരശി മാറി ചോര ഒഴുകി. എടി നിന്നെ! അയാൾ കൈ മുറിഞ്ഞിടാൻ കൈ പൊത്തിക്കൊണ്ട് അവളെ നോക്കി പല്ലെറിഞ്ഞു. ഭദ്ര വീണ്ടും കത്തി അയാൾക്ക് നേരെ വീശാൻ നോക്കിയതും അയാൾ വേഗം അവളുടെ കയ്യിൽ പിടിച്ച് അവളെ പുറകിലേക്ക് തള്ളി. അവൾ പുറകിലേക്ക് വേച്ചു പോയ നേരം കൊണ്ട് രമേശൻ പെട്ടെന്ന് ഓടി അടുക്കള വഴി പുറത്തേക്ക് ഇറങ്ങി. ഭദ്ര അയാൾക്ക് പുറകെ ഇറങ്ങി വന്നപ്പോഴേക്കും അയാൾ അവിടെ നിന്ന് ഓടിപ്പോയിരുന്നു. അവൾ കിതച്ചുകൊണ്ട് കത്തി മുറുകെ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി ഡോർ വലിച്ചടച്ചു. അവളുടെ കയ്യിൽ നിന്ന് കത്തി നിലത്തേക്ക് വീണു. അവൾ നെറ്റി ഡോറിൽ മുട്ടിച്ചു വെച്ച് നിന്നു. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അധികം വൈകാതെ അതൊരു പൊട്ടിക്കരച്ചിലായി മാറി. അവൾ നിലത്തേക്ക് ഊർന്നിരുന്നു പോയി. ഭദ്രേച്ചി! ലച്ചു അവളെ വിളിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നിരുന്നു. ഭദ്ര വേഗം അവളെ മുറുകെ കെട്ടിപ്പിടിച്ചിരുന്ന് കരഞ്ഞു. ഞാൻ കാരണം ഞാൻ എടുത്തൊരു തീരുമാനം കൊണ്ട് നീയും കൂടി ഇതൊക്കെ അനുഭവിക്കേണ്ടി വരുവാണല്ലോ മോളെ. ഭദ്ര കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ലച്ചുവിനൊന്നും പറയാൻ സാധിച്ചില്ല. അവളുടെ ശരീരം ആകെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അവൾ നന്നായി ഭയന്നു പോയിരുന്നു. ഏറെ നേരത്തിന് ശേഷം അവർ രണ്ടും ഒരു റൂമിലേക്ക് ഒതുങ്ങിക്കൂടി. ലച്ചു ഉറക്കം പിടിച്ചപ്പോഴും ഭദ്രയ്ക്ക് ഒരു തുള്ളി പോലും ഉറങ്ങാൻ സാധിച്ചിരുന്നില്ല. രമേശിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ വന്നിരുന്നെങ്കിൽ എന്തവസ്ഥയായിരുന്നു ഉണ്ടാകാൻ പോകുന്നതെന്നോർക്കെ അവളുടെ ഉള്ളിലൂടെ ഒരു ആന്തൽ കയറിപ്പോയി. മുന്നോട്ട് ജീവിക്കാനുള്ള വഴികളെപ്പറ്റിയും അവൾ ആലോചിച്ചു. വെളുപ്പിനെ ആകാറായപ്പോഴാണ് അവൾ ചെറുതായി ഒന്ന് മയങ്ങിപ്പോയത്. എങ്കിലും രാവിലെ തന്നെ അവൾ എഴുന്നേറ്റിരുന്നു. കുറച്ച് പണിയൊക്കെ ഒതുക്കി ലച്ചുവിനെയും പിടിച്ചെഴുന്നേൽപ്പിച്ചു. 2 ദിവസമായില്ലേ സ്കൂളിൽ പോയിട്ട്? ഇന്ന് പോകണം ലച്ചു. ഭദ്ര ലച്ചുവിനെ നോക്കി ശാസനയോടെ പറഞ്ഞു. എനിക്ക് മടിയാ ചേച്ചി. സ്കൂളിൽ ആരെങ്കിലും എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ? ലച്ചു ഭയത്തോടെ പറഞ്ഞു. ആരെന്തറിയാനാണ്? നീ പോകാൻ നോക്ക് ലച്ചു. പോയ ക്ലാസ്സിലെ നോട്ടെല്ലാം ആരോടെങ്കിലും ബുക്ക് കടം വാങ്ങി എഴുതണം. ലച്ചു പറഞ്ഞത് കേട്ട് ഉള്ളിൽ ചെറിയ ആദി നിറഞ്ഞെങ്കിലും അത് മറച്ചു വെച്ച് ലച്ചുവിനെ നോക്കി ഭദ്ര പറഞ്ഞു. ലച്ചു സ്കൂളിൽ പോയതും ഭദ്ര തയ്യൽ കഴിഞ്ഞ് 2 ജോഡി ഡ്രസ്സ് കയ്യിലെടുത്തു. ശേഷം വാതിൽ പൂട്ടി അവൾ വീട്ടിൽ നിന്നിറങ്ങി. ഷീലേച്ചി! ഒരു വീട്ടിലെത്തി അവൾ മുറ്റത്ത് നിന്ന് അകത്തേക്ക് നോക്കി വിളിച്ചു. അകത്തു നിന്ന് ഒരു ചെറുപ്പക്കാരനാണ് ആദ്യം ഇറങ്ങി വന്നത്. അവളെ കാണെ അവൻ്റെ കണ്ണുകൾ അവളെ ആകെ ഒന്നൊഴിഞ്ഞു. അവൻ്റെ നോട്ടം കാണെ ഭദ്ര കയ്യിലിരുന്ന കവർ മാറിന് മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു. എന്താ? അവൻ പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. ഷീലേച്ചി ഇല്ലേ ഇവിടെ? ഭദ്ര അവനെ നോക്കി ചോദിച്ചു. അമ്മയൊന്ന് വന്നേ! അവൻ അകത്തേക്ക് നോക്കി വിളിച്ചു. അകത്തു നിന്ന് ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്താടാ നീ? അവർ ചോദിച്ചുകൊണ്ട് വന്നപ്പോഴാണ് മുറ്റത്ത് നിൽക്കുന്ന ഭദ്രയെ കാണുന്നത്. പ്രസന്നമായ അവരുടെ മുഖം അവളെ കണ്ടതും ഇരുണ്ടു. നീ എന്താ ഇവിടെ? ആ സ്ത്രീ ഭദ്രയെ നോക്കി ദേഷ്യത്തിൽ തന്നെ ചോദിച്ചു. ചേച്ചി തയ്ക്കാൻ ഒരു തുണി തന്നിരുന്നില്ലേ? അത് തയ്ച്ചിട്ടുണ്ട്. അവൾ അവരെ നോക്കി പറഞ്ഞുകൊണ്ട് അവളുടെ കയ്യിലിരുന്ന കവറിനുള്ളിൽ നിന്ന് ഒരു തുണി പുറത്തേക്കെടുത്ത് അവർക്ക് നേരെ നീട്ടി. എനിക്ക് ഈ തുണി വേണ്ട. അവർ പെട്ടെന്ന് അവളെ നോക്കി പറഞ്ഞു. അതെന്താ ചേച്ചി? അവൾ സംശയത്തോടെ ചോദിച്ചു. നിന്നെപ്പോലെ എഴുതി തൊട്ട തുണിയല്ലേ, ചിലപ്പോൾ ഞാൻ ഇതിട്ടാൽ ചൊറിയും. എനിക്കിത് വേണ്ട. അവർ അവളെ നോക്കി ദേഷ്യത്തിൽ തന്നെ പറഞ്ഞു. ചേച്ചി, നേരത്തെ ഞാൻ തയ്ച്ചു തന്നിരുന്ന ചുരിദാറും നൈറ്റിയും ഒക്കെ ചേച്ചി ഇട്ടിരുന്നതല്ലേ, പിന്നെന്താ ഇപ്പോൾ ഇങ്ങനെ? ഭദ്ര ദയനീയമായി ചോദിച്ചു. അന്നൊന്നും നീ ഒരു അഴിഞ്ഞാട്ടക്കാരിയും പിഴച്ചവളുമാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നല്ലോ. ആ സ്ത്രീ അവളെ നോക്കി പറഞ്ഞുകൊണ്ട് നേരെ നോക്കിയത് ഭദ്രയെ ചൂഴ്ന്നു നോക്കുന്ന സ്വന്തം മോന് നേരെയാണ്. കയറിപ്പോടാ അകത്ത്. അവർ മകനെ നോക്കി പറഞ്ഞു. അവൻ അകത്തേക്ക് കയറിപ്പോയി. ഇറങ്ങിപ്പൊടി ഇവിടുന്ന്. നീയൊക്കെ മുറ്റത്ത് കയറിയാൽ തന്നെ കുടുംബം നശിക്കും. അവർ ഭദ്രയെ നോക്കി പറഞ്ഞു. ചേച്ചി, ഞാൻ ഈ ഡ്രസ്സ് ഇനി എന്ത് ചെയ്യാനാണ്?
ദയവ് ചെയ്ത് ഈ ഡ്രസ്സ് വാങ്ങി തയ്യൽക്കൂലി എനിക്കിതാ, ഭദ്ര അപേക്ഷയോടെ പറഞ്ഞു. എനിക്ക് വേണ്ടെന്നല്ലേ പറഞ്ഞത്? ഇത് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്. എനിക്കിനി ഇത് വേണ്ട. ഇനിയൊട്ട് നിനക്ക് തയ്ക്കാൻ ഇവിടെ നിന്നൊന്നും തരികയുമില്ല. ഷീല പറഞ്ഞുകൊണ്ട് അകത്ത് കയറി ഭദ്രയ്ക്ക് മുൻപിൽ വാതിൽ കൊട്ടിയടച്ചു. കയ്യിലിരിക്കുന്ന തുണിയിലേക്ക് നോക്കി ഭദ്ര എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു. പിന്നെ കവറിലേക്ക് തന്നെ ആ തുണി തിരിച്ചിട്ട് ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ചു നീക്കി അവൾ അവിടെ നിന്ന് ഇറങ്ങി. മറ്റൊരു വീട്ടിൽ ചെന്നപ്പോഴും ഇതൊക്കെ തന്നെയായിരുന്നു അവളുടെ അവസ്ഥ. പിന്നെ അവൾ മറ്റൊരു വീട്ടിലേക്ക് ചെന്നു. ഡ്രസ്സ് വേണ്ടാന്ന് പറയില്ലേ ചേച്ചി? നിങ്ങൾ തുണിയും അളവും തന്നിട്ട് തന്നെയല്ലേ ഞാൻ തയ്ച്ചത്? ആ ചേച്ചി എന്തേലും പറയും മുൻപ് തന്നെ ഭദ്ര ചാടിക്കയറി പറഞ്ഞു. അതിന് തയ്ച്ച ഡ്രസ്സ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അവർ പറഞ്ഞത് കേൾക്കെ ഭദ്രയുടെ മുഖം ഒന്ന് വിടർന്നു. അവർ തുണി വാങ്ങി അവൾക്ക് തയ്യൽ പൈസയും നൽകി. നിന്നെക്കുറിച്ച് പലതും മോശമായി ഞാൻ കേട്ടു ഭദ്രേ. പക്ഷേ എല്ലാവരും പറഞ്ഞത് കേട്ട് മാത്രം നിന്നെ കുത്തിനോവിക്കാൻ കഴിയില്ലല്ലോ. ശരിക്കും എന്താ മോളെ പ്രശ്നം? ആ സ്ത്രീ അവളെ നോക്കി ചോദിച്ചു. ഭദ്ര അവരെ നോക്കി കണ്ണു നിറച്ചതല്ലാതെ ഒന്നും പറഞ്ഞില്ല. ശരി, നിനക്ക് പറയാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ വേണ്ട. പക്ഷെ നിന്നെ ഞാൻ തീരെ ചെറുതിലേ മുതൽ കാണുന്നതല്ലേ. നീ ഒരു തെറ്റ് ചെയ്യൂല എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇനി നിനക്കെന്തെങ്കിലും തെറ്റ് പറ്റിപ്പോയെങ്കിൽ അത് നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതാകില്ല. അവർ പറയുന്നത് കേൾക്കെ ഭദ്ര ആ സ്ത്രീയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരഞ്ഞു. എന്തു വെച്ചി? ഇനി കരഞ്ഞിട്ട് കാര്യമില്ല ഭദ്രേ. നിന്നെക്കുറിച്ച് വളരെ മോശമായ കാര്യങ്ങളാണ് ഇവിടെ എല്ലാം പാട്ടാകുന്നത്. എല്ലാവരും നിങ്ങൾക്ക് അയിത്തം കൽപ്പിക്കാനാണ് തീരുമാനിക്കുന്നത്. ഇന്ന് രാവിലെ തന്നെ ആ മെമ്പർ രമേശൻ പഞ്ചായത്ത് കിണറിൽ മോട്ടർ ഇറക്കി. ശേഷം അവിടുന്ന് വെള്ളമെടുക്കുന്ന വീട്ടിലേക്കൊക്കെ ഓസ് വലിച്ചിട്ടു, നിങ്ങളെ വീട് ഒഴിച്ച്. പിന്നെ കിണർ പൂട്ടി. അയാളെ പോലും നീ കൈയും കലാശവും കാണിച്ച് സ്വാധീനിക്കാൻ ശ്രമിച്ചെന്ന് അയാൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അവർ പറയുന്നത് കേൾക്കെ ഭദ്ര ഞെട്ടലോടെ അവരെ നോക്കി. സ്നേഹം കൊണ്ട് പറയാം മോളെ, ഈ നാട് വിട്ടു പോകുന്നതാണ് നിനക്ക് ലക്ഷ്യം നല്ലത്. അവർ അവളുടെ കയ്യിൽ ഒന്ന് തട്ടി അവിടെ നിന്ന് പോയി. ഭദ്ര നിസ്സഹായയായി അവർ പോകുന്നത് നോക്കി നിന്നു. അവൾ തിരികെ വീട്ടിലേക്ക് വന്നപ്പോൾ മുറ്റത്ത് തന്നെ ലച്ചു ഉണ്ടായിരുന്നു. അവൾ ഉമ്മറപ്പടിയിൽ ഇരുന്ന് കരയുകയായിരുന്നു. ഭദ്ര വേഗം അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു. മോളെ ലച്ചു, നീ നീ എന്തിനാ കരയുന്നത്? ഭദ്ര അവളെ നോക്കി വെപ്രാളത്തോടെ ചോദിച്ചു. പറയ് ലച്ചു, എന്താ കാര്യം? എന്തിനാ നീ കരയുന്നത്? ഭദ്ര അവളുടെ മുഖം പിടിച്ചുയർത്തിക്കൊണ്ട് ചോദിച്ചു. ചേച്ചിയോട് ഞാൻ പറഞ്ഞതല്ലേ സ്കൂളിൽ പോകുന്നില്ലെന്ന്. എന്നിട്ടും എന്നെ നിർബന്ധിച്ച് അവിടേക്ക് പറഞ്ഞു വിട്ടു. ലച്ചു ഭദ്രയുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു. എന്താ എന്താ മോളെ കാര്യം? സ്കൂളിൽ എന്തുണ്ടായെന്നാ? ഭദ്ര ഒന്നും മനസ്സിലാകാതെ ചോദിച്ചു. ഇനി എന്തുണ്ടാകാനാണ്? പിഴിച്ചവളുടെ അനിയത്തിയല്ലേ ഞാൻ. എന്നെയും ആ കണ്ണിലൂടെ എല്ലാവരും കാണൂ. ലച്ചു ദേഷ്യത്തോടെ പറഞ്ഞത് കേൾക്കെ ഭദ്രയ്ക്ക് അവളുടെ തലയ്ക്ക് ആരോ കൂടം കൊണ്ടടിച്ചതുപോലെ തോന്നി. അവൾ ഞെട്ടലോടെ ലച്ചുവിനെ നോക്കി. ലച്ചു മോളെ, ഭദ്ര ദയനീയമായി എന്നാൽ വല്ലാത്ത സങ്കടത്തോടെ വിളിച്ചു. ക്ലാസ്സിലും സ്കൂളിലും എല്ലാവരും എന്നെ കളിയാക്കി ചേച്ചി. ടീച്ചർമാർ സാർമാർ പോലും എന്നെ എന്തോ അറപ്പുള്ള സാധനം പോലെയാണ് നോക്കിയത്. എൻ്റെ വയറ്റിലുണ്ടോ എന്നൊക്കെ ചിലർ ചോദിച്ചു ചേച്ചി. എത്ര പേരുടെ കൂടെ ഞാൻ കിടന്നിട്ടുണ്ടെന്നൊക്കെ. ചേച്ചിയുടെ കാര്യം അറിഞ്ഞത് കൂടാതെ എൻ്റെ അച്ഛൻ്റെ തൊഴിൽ കൂട്ടിക്കൊടുപ്പാണെന്നും പലർക്കും നമ്മളെ രണ്ടിനും കൊടുത്തിട്ടൊക്കെ ഉണ്ടാകുമെന്നൊക്കെ അവർ പറഞ്ഞു. ലച്ചു കരച്ചിലോടെ ഭദ്രയുടെ തൊടിലേക്ക് ചാഞ്ഞു. ഭദ്രയ്ക്ക് എങ്ങനെ അവളെ ആശ്വസിപ്പിക്കണമെന്നറിയില്ലായിരുന്നു. കളിയാക്കലും കുറ്റപ്പെടുത്തലും അടുത്തതും ഞാൻ ഇറങ്ങിപ്പോന്നതാ ചേച്ചി. ഇനി ഞാൻ ആ സ്കൂളിലേക്ക് പോകുന്നില്ല ചേച്ചി. ഈ വീട്ടിൽ നിന്ന് പുറത്തേക്കും ഇറങ്ങുന്നില്ല. ലച്ചു പറഞ്ഞുകൊണ്ട് ഭദ്രയെ ഇറുകെ കെട്ടിപ്പിടിച്ചു. ഭദ്ര ആ മുറ്റത്തേക്ക് ചടഞ്ഞിരുന്നു കൊണ്ട് ലച്ചുവിനെ ചേർത്ത് പിടിച്ച് രാവിലെ ഉറക്കം എഴുന്നേറ്റ് ലച്ചു ഭദ്രയെ വീട്ടിൽ എവിടെയും കണ്ടില്ല. അവൾ എവിടെ പോയതാ എന്നറിയാതെ ലച്ചു പേടിച്ചു. എന്നാൽ അധികം വൈകാതെ തന്നെ ഭദ്ര തിരികെ വന്നു. ചേച്ചി എവിടെ പോയതാ? ലച്ചു അവളെ നോക്കി വെപ്രാളത്തോടെ ചോദിച്ചു. ഞാൻ ആ ബ്രോക്കർ മണിച്ചേട്ടനെ ഒന്ന് കാണാൻ പോയതാ, ഭദ്ര പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. ലച്ചു അവൾക്ക് പിന്നാലെ ചെന്നു. ബ്രോക്കറെയോ? എന്തിന്? ലച്ചു സംശയത്തോടെ ചോദിച്ചു. ഈ വീട് വാങ്ങാൻ ആളെ കിട്ടുമെന്നറിയാൻ വേണ്ടി പോയതാ. ഭദ്ര അടുക്കളയിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് പറഞ്ഞു. ഈ വീട് വിൽക്കാനോ? അപ്പോൾ നമ്മൾ എവിടെ ജീവിക്കും ചേച്ചി? ലച്ചു ഞെട്ടലോടെ ചോദിച്ചു. അത് കേട്ട് ഭദ്ര ഒന്ന് നിശ്വസിച്ചു. പിന്നെ ലച്ചുവിനെ നോക്കി. നമുക്കിവിടെ അധികം ദിവസം ജീവിക്കാൻ പറ്റില്ല മോളെ. ഭദ്ര പറയുന്നത് മനസ്സിലാക്കാതെ ലച്ചു നിന്നു. നമുക്ക് ഈ നാടും വീടും വിട്ട് എങ്ങോട്ടേലും പോകാം ലച്ചു. ഇവിടെ എല്ലാവരുടെയും മുന്നിൽ മോശക്കാരായി നമുക്കിനി ജീവിക്കണോ? ഇവിടെ നിന്നാൽ നിന്റെ പഠിത്തം പോലും നടക്കില്ല എന്ന് ഇന്നലെ മനസ്സിലായില്ലേ? ഭദ്ര ഓരോന്ന് ഓർത്തുകൊണ്ട് പറഞ്ഞു. നമ്മൾ എവിടേക്ക് പോകാനാ ചേച്ചി? എവിടെ പോയി താമസിക്കും? എങ്ങനെ ജീവിക്കും? പഠിക്കാൻ പോകണമെങ്കിൽ അതിനും ചിലവ് വേണ്ടേ? ലച്ചു ഭദ്രയെ നോക്കി ചോദിച്ചു. ഇതൊന്നും ഞാൻ ആലോചിക്കാതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മോളെ? എൻ്റെ മുന്നിൽ ആകെ തെളിഞ്ഞ വഴി ഈ വീട് വിറ്റ് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് മറ്റൊരു നാട്ടിൽ ഒരു ചെറിയ വീട് വാങ്ങാമെന്നാണ്. ഒറ്റമുറിയേ ഉള്ളുവെങ്കിലും മതി. ബാക്കി പൈസ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ നാട്ടിലെ കടവും വീട്ടാം. പിന്നെ ഇവിടെയുള്ള എൻ്റെ തയ്യൽ മെഷീൻ എടുക്കാമല്ലോ നമുക്ക്. കുറച്ച് തയ്യലും മറ്റും കിട്ടിയാൽ കുറച്ച് ചിലവൊക്കെ നീങ്ങിപ്പോകാലോ. ഭദ്ര പറഞ്ഞത് കേൾക്കെ ലച്ചു പ്രതീക്ഷയോടെ അവളെ നോക്കി. പിന്നെന്താ ഓർത്തതുപോലെ അവളുടെ മുഖം മങ്ങി. അമ്മയെ അടക്കിയ മണ്ണല്ലേ ചേച്ചി ഇത്? ലച്ചു വിഷമത്തോടെ മുഖം താഴ്ത്തി. അമ്മയെ അടക്കിയ മണ്ണാണ് മോളെ. പക്ഷേ എൻ്റെ മുന്നിൽ വേറെ വഴിയില്ല. നമുക്ക് ജീവിക്കണ്ടേ? ഭദ്ര നിസ്സഹായതയോട് ചോദിച്ചു. ലച്ചു കണ്ണ് നിറച്ച് തലയാട്ടി. എനിക്കും ഇഷ്ടമുണ്ടായിട്ടല്ല മോളെ. പക്ഷേ ഇതേ ഉള്ളു വഴി. എന്നെ കണ്ടതും ആ മണിച്ചേട്ടൻ്റെ മുഖവും കറുത്തു.
പിന്നെ വീട് വിൽക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ ഈ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു പൊക്കോളുമല്ലോ എന്ന് കരുതി പെട്ടെന്ന് ആരെങ്കിലും ഈ വീട് വാങ്ങാൻ ഏർപ്പാടാക്കാം എന്നാ പറഞ്ഞു. ഭദ്ര പറഞ്ഞുകൊണ്ടൊന്ന് വിശ്വസിച്ചു. 2 ദിവസത്തിനുള്ളിൽ ബ്രോക്കർ 3-4 ആളുകളെ കൊണ്ടുവന്ന് ഭദ്രയുടെ സ്ഥലം കാണിച്ചു കൊടുത്തു. ആദ്യം ചിലരൊക്കെ വാങ്ങാൻ സമ്മതം അറിയിക്കുമെങ്കിലും പിന്നെ വേണ്ടാന്ന് വയ്ക്കും. വീട് വിറ്റ് പോകില്ലേ എന്നൊരു സന്ദേഹം ഭദ്രയ്ക്ക് തോന്നി തുടങ്ങി. അവരുടെ വീട്ടിലുള്ള സാധനങ്ങളും ഓരോരോ ദിവസം കഴിയും തോറും തീർന്നുകൊണ്ടേയിരുന്നു. ചേച്ചി, നമ്മളിനി എന്തു ചെയ്യും? ലച്ചു മുറ്റത്ത് ദൂരേക്ക് കണ്ണു നട്ടിരിക്കുന്ന ഭദ്രയ്ക്കരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു. അറിയില്ല മോളെ, എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ഭദ്ര ദൂരേക്ക് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. അരി ഇന്ന് കൂടിയുള്ളതല്ലേ ഉള്ളൂ ചേച്ചി, ബാക്കി സാധനങ്ങളും തീർന്നു. ഇനി നമ്മൾ പട്ടിണി കിടന്ന് ചാകുമോ ചേച്ചി? ലച്ചു ചോദിക്കുന്നത് കേൾക്കെ ഭദ്ര അവളെ നോക്കി. മോൾക്ക് 2 പേരും ഉണ്ടോ ഇവിടെ? അവർ സംസാരിക്കുന്നതിന് ഇടയ്ക്കാണ് പെട്ടെന്ന് മറ്റൊരു സംസാരം അവർ കേട്ടത്. ലച്ചുവും ഭദ്രയും നോക്കിയതും കണ്ടത് ബമ്പർ രമേശിനെയായിരുന്നു. പെട്ടെന്ന് തന്നെ ഭദ്ര എഴുന്നേറ്റ് നിന്ന് ലച്ചുവിനെ പുറകിലേക്ക് മാറ്റി നിർത്തി. എന്തുണ്ടടി വിശേഷം? സുഖമല്ലേ? രമേശൻ ഭദ്രയെ നോക്കി ചോദിച്ചു. താൻ എന്തിനാ ഇവിടേക്ക് വന്നത്? ഇറങ്ങിപ്പോകാൻ നോക്ക്, ഭദ്ര ദേഷ്യത്തിൽ പറഞ്ഞു. ഇറങ്ങിപ്പോകാൻ തന്നെയാണ് വന്നത്. അതിനു മുമ്പ് നിന്നെയൊക്കെ ശരിക്കും ഒന്ന് കണ്ട് 2 വർത്തമാനം പറയാമെന്ന് കരുതി, രമേശൻ പുച്ഛത്തോടെ പറഞ്ഞുകൊണ്ടൊന്ന് ചിരിച്ചു. നീയൊക്കെ വീട് വയ്ക്കാൻ നടക്കുവാണെന്ന് ഞാൻ അറിഞ്ഞു. എന്നിട്ട് എന്തായി? വലുതും നടന്നോ? അയാൾ അവരെ നോക്കി ചോദിച്ചു. അത് നിങ്ങൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഞാൻ ഇവിടെ കിടന്ന് ബഹളം വെച്ച് ആളുകളെ കൂട്ടണ്ടെങ്കിൽ പോകാൻ നോക്ക്, ഭദ്ര പറയുന്നത് കേൾക്കെ അയാൾ പല്ലിറമി. നീ എന്ത് കണ്ടിട്ടാടി ഇത്രയ്ക്ക് അങ്ങനെ കളിക്കുന്നത്? നിൻ്റെയൊക്കെ ഈ വീടിനകത്ത് എന്തെങ്കിലും തിന്നാനോ കുടിക്കാനോ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലല്ലോ. പട്ടിണിയാണെങ്കിലും അഹങ്കാരത്തിന് ഒരു കുറവുമില്ല അവൾക്ക്, രമേശൻ ഭദ്രയെ നോക്കി പറഞ്ഞു. ഭദ്ര ഒന്നും മിണ്ടിയില്ല. പലചരക്ക് കടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫുൾ പറ്റ് തീർക്കാതെ നിനക്കൊന്നും ഒരു സാധനം കൊടുക്കണമെന്ന്. പിന്നെ വെള്ളം, അതും ഞാൻ മുടക്കി, അയാൾ ചിരിയോടെ പറഞ്ഞു. പിന്നെ ഈ സ്ഥലം വിൽക്കുന്ന കേസ്, അത് നടക്കാൻ പോകുന്നില്ല എൻ്റെ ഭദ്രക്കുട്ടി, അയാൾ പറഞ്ഞത് കേൾക്കെ അവൾ സംശയത്തോടെ അയാളെ നോക്കി. കാരണം ഞാൻ അതിന് സമ്മതിക്കില്ല. ഇത് വാങ്ങാൻ ചെറിയ മനസ്സ് വയ്ക്കുന്നവരെയൊക്കെ ഞാൻ ഓരോന്നും പറഞ്ഞങ്ങ് തിരിക്കും. അപ്പോൾ അവരത് വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകും. ഇന്നും കൂടി ഇത് കാണാൻ വന്നവരെ ഞാൻ ഇതൊരു പ്രേതസ്ഥലമാണെന്നും മറ്റും പറഞ്ഞ് വിരട്ടി വിട്ടു. അവരിനി ഈ പരിസരത്തേക്ക് വരില്ല. രമേശൻ ഒരു ചിരിയോടെ പറഞ്ഞത് കേൾക്കെ ലച്ചുവും ഭദ്രയും പകപ്പോടെ അയാളെ നോക്കി. പിന്നെ ഭദ്ര ദേഷ്യത്തിൽ പാഞ്ഞു ചെന്ന് അയാളുടെ കോളറിൽ കുത്തിപ്പിടിച്ചു. തനിക്ക് എന്താടോ? എന്താ ഞങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാത്തത്? തന്നോട് ഞങ്ങൾ എന്ത് ദ്രോഹം ചെയ്തിട്ടാ? എന്ത് ചെയ്തിട്ടാണെന്ന് അവൾ അയാളെ കുത്തിപ്പിടിച്ച് ഉലച്ചുകൊണ്ട് ചോദിച്ചു. വിടടി അങ്ങോട്ട്, ഷർട്ട് ചുളുങ്ങും, അയാൾ അവളെ പിടിച്ച് തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു. ശേഷം ഷർട്ടിൻ്റെ കോളർ നേരെയാക്കി. പിന്നെ നീയൊക്കെ എന്ത് ചെയ്തിട്ടാണെന്ന്? നിനക്കൊക്കെ ഒരു ഉപകാരം ചെയ്തിട്ട് അതിനൊരു പ്രത്യുപകാരം ചോദിച്ചു വന്ന എന്നെ നീ അന്ന് ഒന്ന് വെട്ടി എൻ്റെ ചോര നീ വീഴിച്ചു. അയാൾ കൈമുട്ടിന് മുകളിലുള്ള കെട്ടിലൊന്ന് പിടിച്ചുകൊണ്ട് ഭദ്രയെ നോക്കി. എന്നെ ഉപദ്രവിച്ചിട്ടൊന്നും ഞാൻ വെറുതെ വിടാറില്ല. നിന്നെയും വിടില്ല. നിന്നെയൊക്കെ ഇവിടെ ഇട്ട് ഞാൻ നരകിപ്പിക്കും. നിങ്ങൾക്കും ഇല്ലേ 2 പെൺമക്കൾ? അവരെ പോലെയല്ലേ ഞങ്ങളും? എന്തിനാ ഇങ്ങനെ? ഭദ്ര കണ്ണ് നിറച്ചുകൊണ്ട് ചോദിച്ചു. ശരി, നിങ്ങളെ ഞാൻ വെറുതെ വിടാം. ഈ സ്ഥലം 2 ദിവസത്തിനുള്ളിൽ വിറ്റും തരാം. പെട്ടെന്ന് അയാൾ പറഞ്ഞത് കേൾക്കെ ലച്ചു ഭദ്രയെ നോക്കി. ഭദ്ര കണ്ണ് തുടച്ചുകൊണ്ട് അയാളെ നോക്കി. അത്ര ഞാൻ ആവശ്യപ്പെട്ട കാര്യം, അതായത് നിൻ്റെ കൂടെ അത് നടന്നാൽ നിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീർന്നത് നീ കൂട്ടിക്കോ എൻ്റെ ഭദ്രയെ. രമേശൻ ഭദ്രയെ നോക്കി കാമ്പട്ടിൽ നിറഞ്ഞ ചിരി ചിരിച്ചു. ഭദ്ര ഒന്നും പറയാതെ അയാളെ നോക്കി. എനിക്ക് ഇച്ചിരി വയസ്സുള്ളതാണ് നിൻ്റെ പ്രശ്നമെങ്കിൽ നീ പേടിക്കണ പെണ്ണേ, എൻ്റെ അവയവങ്ങൾക്കൊന്നും ഒരു തകരാറുമില്ല. അയാൾ പതിയെ പറഞ്ഞുകൊണ്ട് അവർക്ക് മുന്നിൽ വെച്ച് തന്നെ മുണ്ടിന് മുകളിലൂടെ അയാളുടെ ലിംഗത്തിൽ തലോടി. അത് കാണെ ലച്ചു കണ്ണുകൾ ഇറുകെ മൂടി. ഭദ്ര വെറുപ്പോടെ മുഖം വെട്ടിച്ചു. ആലോചിച്ച് പറഞ്ഞാൽ മതി. ഇന്ന് രാത്രി ഞാൻ ആ ഒഴിഞ്ഞ ക്വാർട്ടേഴ്സില്ലേ, മറ്റേ പഴയ പോലീസ് ക്വാർട്ടേഴ്സ്, അവിടെ കാത്തിരിക്കാം. ഭദ്രയ്ക്ക് സമ്മതമാണെങ്കിൽ അവിടേക്ക് വന്നാൽ മതി, രമേശൻ പറഞ്ഞു ചിരിച്ചുകൊണ്ട് പറഞ്ഞു. സേഫല്ല. അവിടെ ആകുമ്പോൾ ഒരാളെയും പേടിക്കേണ്ട. രാത്രിയിൽ അവിടെ ഒന്നും ഒരു പൂച്ചക്കഞ്ഞു പോലും കാണില്ല. നമുക്ക് നന്നായി അങ്ങ് എൻജോയ് ചെയ്യാമെന്നേ, അയാൾ അവളെ ആകെ ഒന്ന് കണ്ണുകൊണ്ട് ഒഴിഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോൾ മറക്കണ്ട, ഇന്ന് രാത്രി പഴയ ക്വാർട്ടേഴ്സ്, അയാൾ അതും പറഞ്ഞ് അവിടുന്ന് പോയി. ചേച്ചി, ലച്ചു അയാൾ പറഞ്ഞത് കേട്ട് പേടിയോടെ വിളിച്ചു. ഭദ്ര ഏതോ ലോകത്തുനിന്ന് പോലെ ലച്ചുവിൻ്റെ കൈയും വിട്ട് വീടിനുള്ളിലേക്ക് കയറിപ്പോയി. രാത്രിയായതും ഭദ്ര ലച്ചുവിനരികിലേക്ക് വന്നു. അവളുടെ മുഖം നിർവികാരപരമായിരുന്നു. നീ എന്താ കിടക്കാത്തത് ലച്ചു? ഭദ്ര പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. എൻ്റെ വയറ് നിറഞ്ഞില്ല ചേച്ചി, ഇച്ചിരി ചോറല്ലേ ഉണ്ടുള്ളൂ, വിശക്കുന്നുണ്ട്, അതുകൊണ്ടാണെന്ന് തോന്നുന്നു, ഉറക്കം വരുന്നില്ല, ലച്ചു പറയുന്നത് കേൾക്കെ ഭദ്രയ്ക്ക് പാവം തോന്നി. ഞാൻ മോളെ നാളത്തേക്ക് എന്തെങ്കിലും ആകുമല്ലോ എന്ന് കരുതിയാണ് കുറച്ച് അരി ഇട്ടത്, അതുകൊണ്ടാണ്. ഭദ്ര പറയാനാകാതെ കുറ്റബോധത്താൽ തല താഴ്ത്തി. ഇല്ല ചേച്ചി, അത്രയ്ക്ക് വിശപ്പൊന്നുമില്ല, ഞാൻ വെറുതെ പറഞ്ഞതാ, ലച്ചു പെട്ടെന്ന് പറഞ്ഞു. ചേച്ചിക്ക് വിശക്കുന്നില്ലേ?
ഞാൻ ഇത്തിരി കഞ്ഞിയെങ്കിലും കുടിച്ചു. ചേച്ചി അതുപോലും കുടിച്ചില്ലല്ലോ. ലച്ചു സങ്കടത്തോടെ പറഞ്ഞു. ഇല്ല ലച്ചു, എനിക്ക് വിശക്കുന്നില്ല. ഭദ്ര ലച്ചുവിൻ്റെ മുഖത്തൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു. പിന്നെ പതിയെ ലച്ചുവിനരികിലേക്ക് ഇരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ മോളെ? ഭദ്ര പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു. എന്താ ചേച്ചി? ലച്ചു ചോദിച്ചതും മറുപടി പറയാൻ ഭദ്ര ഒന്നും മടിച്ചു. പിന്നെ ലച്ചുവിനെ നോക്കി. നമുക്ക് ജീവിക്കണ്ടേ? ഭദ്ര ചോദിക്കുന്നത് കേൾക്കെ ലച്ചു നെറ്റി ചുളിച്ചു. നമുക്ക് മറ്റുള്ളവരെ പോലെ ജീവിക്കണ്ടേ? പട്ടിണിയില്ലാതെ, മറ്റുള്ളവരുടെ പഴിചാരൽ കേൾക്കാതെ. ഭദ്ര പറഞ്ഞതിന് ലച്ചു ഒന്ന് തലയനക്കി. ഭദ്ര കണ്ണടച്ച് ദീർഘനിശ്വാസം എടുത്തു. പിന്നെ കണ്ണു തുറന്ന് ലച്ചുവിനെ നോക്കി. ഞാൻ ഇന്ന് ആ രമേശിനരികിലേക്ക് പോകുമോ മോളെ? പെട്ടെന്ന് ഭദ്ര പറഞ്ഞത് കേൾക്കെ ലച്ചു ഞെട്ടലോടെ അവളെ നോക്കി. ചേച്ചി, ഞാൻ പോകുമോ മോളെ? അയാൾക്ക് വിധേയായി ഞാൻ കിടന്നു കൊടുക്കാൻ പോകുക. അവൾ പറഞ്ഞുകൊണ്ട് ലച്ചുവിനെ നോക്കാൻ കഴിയാതെ എഴുന്നേറ്റു. ചേച്ചി എന്തൊക്കെയാ ഈ പറയുന്നത്? ലച്ചു പകപ്പോടെ തന്നെ ചോദിച്ചു. ചേച്ചിക്ക് മുന്നിൽ വേറെ വഴിയില്ല മോളെ. ആകെയുള്ളത് ഈ വഴിയാണ്. അയാൾ പറഞ്ഞതുപോലെ ചെയ്താൽ ഒന്നെങ്കിൽ ഈ വീട് വിറ്റ് കിട്ടും, അല്ലേ നമുക്ക് വെള്ളം കുടിച്ച് ഇവിടെ തന്നെ ജീവിക്കാൻ ഒരവസരം. എന്തിനായാലും അയാൾ തുണയണം. അതുകൊണ്ട് മോൾ എന്നെ തടയരുത്. ഞാൻ പോകുവാണ്. ഭദ്ര വേഗം റൂമിന് പുറത്തേക്ക് നടന്നു. ലച്ചു അവൾക്ക് പുറകെ നടന്നു. ചേച്ചി, എന്നാലും നമ്മൾ അയാളുടെ... ലച്ചുവിന് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. എനിക്ക് മുന്നേ എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല മോളെ. ഭദ്രയുടെ ലച്ചുവിനെ നോക്കി സ്വയം പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. പിന്നെ ചെറിയ ടോർച്ച് കയ്യിലെടുത്ത് തെളിച്ചു. കഥ കടച്ചേക്കെ, ആര് വന്ന് പിടിച്ചാലും തുറക്കരുത്. ഒരു മെഴുകുതിരി ഇവിടെ കത്തിയിരിക്കട്ടെ. ഒറ്റയ്ക്ക് ഈ രാത്രിയിൽ ഇവിടെ തനിച്ചാണെന്ന് ഓർത്ത് പേടിക്കരുത്. ചേച്ചി കൂടെ ഉണ്ടെന്ന് കരുതണം. ഭദ്ര ലച്ചുവിനെ നോക്കി പറഞ്ഞു. പിന്നെ വേഗം പുറത്തേക്ക് ഇറങ്ങി. ചേച്ചി, ലച്ചു കണ്ണു നിറച്ചുകൊണ്ട് വിളിച്ചു. വേറെ വഴിയില്ല മോളെ. ഭദ്ര അവളെ നോക്കി പറഞ്ഞു. കഥ കടക്കി ലച്ചു, ശരിക്ക് കുറ്റിയിടണം. ലച്ചു അവളെ നോക്കി നിന്ന് വീണ്ടും കരഞ്ഞു. കഥ കടയ്ക്കും മോളെ. ഭദ്ര കണ്ണു നിറച്ച് അപേക്ഷാസ്വരത്തിൽ പറഞ്ഞു. ലച്ചു പതിയെ കഥ കടച്ചതും ഭദ്ര കുറച്ചു നേരം ആ വാതിലിലേക്ക് തന്നെ നോക്കി നിന്നു. പിന്നെ വീടിന് സൈഡിലായി അവളുടെ അമ്മയെ അടക്കി അടുത്തേക്ക് ചെന്നു. അമ്മേ, ഞാൻ വീണ്ടും എൻ്റെ ശരീരം വിൽക്കാൻ പോകുക. നമ്മുടെ ലച്ചുവിനെയും കൊണ്ട് ജീവിക്കണ്ടേ? അതാ. അവൾ കുഴിമാടത്തിലേക്ക് നോക്കി ഇടർച്ചയോടെ പറഞ്ഞു. അവളുടെ കണ്ണുകൾ ഈറനായി. പിന്നെ വേഗം തുടച്ചു മാറ്റി. ലച്ചു തനിച്ച ഇവിടെ, അമ്മ കൂട്ടുണ്ടാകണം. ഭദ്ര ഒരിക്കൽ കൂടി അവിടെ നോക്കി പറഞ്ഞുകൊണ്ട് അവിടുന്ന് തിരിഞ്ഞു നടന്നു. രമേശൻ പറഞ്ഞ ഇടം അടുക്കും തോറും അവളുടെ ഹൃദയമിടിപ്പ് വളരെയധികം ഉയർന്നു. അവൾ അവിടേക്കെത്തി ആ ഇടിഞ്ഞു പൊളിഞ്ഞ ബിൽഡിങ്ങിന് മുന്നിൽ നിന്നു. അവളുടെ ശരീരത്തിൽ ആ തണുത്ത രാത്രിയിലും വിയർപ്പ് പൊടിഞ്ഞു. കൈകാലുകൾ വിറകൊണ്ടു. അവിടെ എത്തിയതും അത്രയും നേരം ഉണ്ടായിരുന്ന ധൈര്യമൊക്കെ ചോർന്നു പോകുന്നത് പോലെ തോന്നിയവൾക്ക്. പെട്ടെന്ന് അവൾ അവിടുന്ന് തിരിഞ്ഞു ഓടാൻ തുനിഞ്ഞതും മുന്നിലെ ഡോർ തുറന്ന് ഒരു കൈ അവളുടെ കയ്യിൽ പിടിയിട്ട് അവളെ വലിച്ചകത്തേക്ക് കയറ്റി. ഭദ്ര പേടിയോടെ മുന്നിൽ നിൽക്കുന്ന രമേശനെ നോക്കി. ഹോ, നീ വന്നല്ലോ കൊച്ചേ. രമേശൻ അവളെ നോക്കി താടി ഒഴിഞ്ഞുകൊണ്ട് വഷളം ചിരിയോടെ പറഞ്ഞു. ഭദ്ര പേടിയോടെ പുറകിലേക്ക് മാറി. രമേശൻ കഥ കടച്ച് കുറ്റിയിട്ട് ഭദ്രയ്ക്ക് നേരെ തിരിഞ്ഞു. ഞാൻ നിന്നെ ഒരുപാട് ആഗ്രഹിച്ചു ഭദ്രേ. അയാൾ പറഞ്ഞുകൊണ്ട് അവളുടെ അരികിലേക്ക് കാലടി വെച്ചു. ഭദ്ര ഭിത്തിയിലേക്ക് ചേർന്ന് നിന്ന് അയാളെ പേടിയോടെ നോക്കി. എന്നെ വെറുതെ വിടണം. അവൾ പെട്ടെന്ന് അയാളെ നോക്കി കൈകൂപ്പി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. വെറുതെ വിടാനോ? അതും ഇപ്പോൾ? അങ്ങനെ നിന്നെ വിട്ടാൽ അത് ഞാൻ പഠിക്കൽ ചെന്ന് കല പൊടിച്ചതുപോലെ ആകില്ലേ എൻ്റെ ഭദ്രേ? അയാൾ ഉറക്കെ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഒപ്പം അയാൾ അവളുടെ കയ്യിൽ പിടിച്ച് വലിച്ച് അയാളോട് ചേർക്കുകയും ചെയ്തു. അവൾ അയാളിൽ നിന്ന് അകന്നു മാറാൻ നോക്കിയ നേരം അയാൾ ചുണ്ടു കുറിപ്പിച്ച് അവളുടെ ചുണ്ടിലേക്ക് ചേർക്കാൻ തുനിഞ്ഞു. അവൾ മുഖം വെട്ടിച്ചതും അയാളുടെ ചുണ്ട് അവളുടെ കവിളിനും താടിക്കും ഇടയിലായി പതിഞ്ഞു. അവൾ സർവ്വശക്തിയും എടുത്ത് അയാളെ തള്ളി. അയാൾ ഒന്ന് വേച്ചു പോയെങ്കിലും വീണ്ടും അവളെ കടന്നു പിടിച്ചു. ദയവ് ചെയ്ത് എന്നെ വെറുതെ വിട് പ്ലീസ്. ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. അവൾ അയാളോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നാൽ അയാൾ അതും മാനിക്കാതെ അവളുടെ അരക്കെട്ടിൽ മുറുകെ പിടിച്ചു. പിന്നെ അവളുടെ കഴുത്തിലേക്ക് മുഖം പൊഴുത്തി. ഭദ്ര ഉറക്കെ അലറിക്കരഞ്ഞു. എന്നാൽ അവളുടെ കരച്ചിൽ കേൾക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അയാളുടെ ബലമായ പിടുത്തത്തിൽ അവളുടെ ബ്ലൗസിൻ്റെ തോൾഭാഗം കീറി. അയാൾ പല്ലുകൊണ്ട് അവളുടെ കഴുത്തിൽ കടിച്ചു. ഭദ്ര പെട്ടെന്ന് വന്ന തോന്നലിൽ കാൽമുട്ട് ഉയർത്തി അയാളുടെ അടിനാഭിക്കിട്ടൊന്ന് കൊടുത്തു. രമേശൻ വേദനയോടെ കരഞ്ഞുകൊണ്ട് പിടിവിട്ടതും അവൾ അയാളെ ബലമായി തള്ളിമാറ്റി. ശേഷം ഒന്നും നോക്കാതെ ഓടിപ്പോയി വാതിൽ തുറക്കാൻ നോക്കി. എന്നാൽ അപ്പോഴേക്കും വീണ്ടും രമേശൻ ഒരു കൈ കൊണ്ട് അവളുടെ കയ്യിൽ പിടുത്തം വിട്ടു. ഭദ്രയ്ക്ക് പെട്ടെന്ന് അവളുടെ കയ്യിൽ നിന്നും പിടുത്തു വിട്ടുപോയ ടോർച്ച് കൈണിൽപ്പെട്ടു. അവൾ വേഗം അത് കയ്യിലെടുത്ത് തിരിഞ്ഞ് രമേശൻ്റെ തലക്കിട്ടൊന്ന് കൊടുത്തു. അയാൾ കരഞ്ഞുകൊണ്ട് തലയ്ക്ക് 2 കൈയും കൊടുത്ത നേരം അവൾ ആ ടോർച്ച് കൊണ്ട് അയാളുടെ മുഖത്തിനു നേരെയും വീശി. മൂക്കും വായും പൊത്തി അയാൾ നിലത്തേക്ക് കുനിഞ്ഞിരുന്ന നേരം കൊണ്ട് അവൾ കതക് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടി. കയ്യിൽ ടോർച്ച് മുറുക്കെ പിടിച്ചിട്ടുണ്ടെന്നല്ലാതെ അവൾ അത് തെളിച്ചിട്ടില്ലായിരുന്നു. പെട്ടെന്ന് പെയ്തിറങ്ങിയ മഴ അവളെ നനയിച്ചു. ഇരുട്ടിൽ അവൾ വീട് ലക്ഷ്യമാക്കി ഓടി. വീട്ടിലെത്തി കതകിൽ ആഞ്ഞു തട്ടി ഭദ്ര.
അകത്തുനിന്ന് ലച്ചുവിൻ്റെ പേടിയോടുള്ള ശബ്ദം അവൾ കേട്ടു. തുറക്ക്, തുറക്ക്, തുറക്ക്. ഭദ്ര വാതിലിൽ അമർത്തി തട്ടിക്കൊണ്ട് പറഞ്ഞു. ഭദ്രയുടെ ശബ്ദം കേട്ടതും ലച്ചു വേഗം കതക് തുറന്നു. അവൾ കതക് തുറന്ന പാടെ ഭദ്ര ലച്ചുവിനെ തള്ളി മാറ്റി വീടിനുള്ളിലേക്ക് ഓടിക്കയറിപ്പോയി. ലച്ചു പകപ്പോടെ അവളെ നോക്കി. പിന്നെ വേഗം കതക് അടച്ച് കുറ്റിയിട്ട് ഭദ്രയ്ക്ക് പുറകെ ചെന്നു. അവൾ റൂമിൽ ചെന്ന് നോക്കിയപ്പോൾ കാണുന്നത് നിലത്ത് ഭിത്തിയിൽ ചാരിയിരുന്ന് വിറയ്ക്കുന്ന ഭദ്രയാണ്. ചേച്ചി, ലച്ചു പേടിയോടെ വിളിച്ചു. എനിക്ക് പറ്റില്ല, എനിക്ക് പറ്റില്ല മോളെ. ലച്ചുവിനെ നോക്കി കണ്ണു പൊഴിച്ചുകൊണ്ട് ഭദ്ര പറഞ്ഞു. പിന്നെ ആ ഭാവം മാറി അവൾ പൊട്ടിക്കരയാൻ നിമിഷങ്ങൾ വേണ്ടി വന്നില്ല. നമുക്ക് മരിച്ചാലോ മോളെ? എന്തിനാ ഇങ്ങനെ? ഭദ്ര ലച്ചുവിനെ നോക്കി ചോദിച്ചുകൊണ്ട് കരഞ്ഞു. പിന്നെ പെട്ടെന്ന് ഭ്രാന്ത് കയറിയതുപോലെ അവൾ നിലത്തിൽ നിന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോയി. പുറകെ പോയി ലച്ചു കാണുന്നത് അടുക്കളയിലെ ഓരോ സാധനങ്ങളും തട്ടിമറിച്ചിട്ട് എന്താ തിരിയുന്ന ചേച്ചിയാണ്. ചേച്ചി, ലച്ചു വിളിച്ചെങ്കിലും ഭദ്ര അത് കേട്ടില്ല. പെട്ടെന്ന് എന്തോ കയ്യിൽ കിട്ടിയതും ഭദ്ര ചിരിച്ചു, ഉറക്കെ ചിരിച്ചു. ശേഷം അവൾ ലച്ചുവിന് നേരെ തിരിഞ്ഞു. ദാ ഇത് കണ്ടോ, കഴിഞ്ഞിടയ്ക്ക് ഞാൻ വാങ്ങി വെച്ചതാ. ചെറിയൊരു ബോട്ടിൽ ലച്ചുവിന് നേരെ അവൾ കാണിച്ചു. വിഷമാണ്, വിഷം. നമ്മുടെ രണ്ടിനെയും ജീവിതം അവസാനിപ്പിക്കാൻ ഇത് മതി. ഭദ്ര വല്ലാത്ത ഭാവത്തോടെ പറഞ്ഞത് കേട്ട് ലച്ചു ഞെട്ടലോടെ പുറകിലേക്ക് മാറിപ്പോയി. നമുക്കിത് കഴിച്ച് നമ്മുടെ അമ്മയുടെ അടുത്തേക്ക് പോകാൻ ലച്ചു. ഇവിടെ ഇനി നമ്മൾ ജീവിക്കേണ്ട. നമുക്ക് ജീവിക്കാൻ പറ്റില്ല ഇവിടെ. ആരും നമ്മളെ ജീവിക്കാൻ സമ്മതിക്കില്ല. ഭദ്ര പറഞ്ഞുകൊണ്ട് ലച്ചുവിന് അരികിലേക്ക് വന്നു. ഇത് കഴിക്കാൻ മോളെ നമുക്ക്. ആദ്യം ഞാൻ കഴിക്കാം, അത് കഴിഞ്ഞ് എൻ്റെ ലച്ചു. ഭദ്ര പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ആ ബോട്ടിൽ തുറന്ന് അത് വായിലേക്ക് ഒഴിക്കാൻ ഒരുങ്ങിയതും ലച്ചു വേഗം അത് തട്ടി എറിഞ്ഞു. ചേച്ചി, ലച്ചു അവളെ വിളിച്ചുകൊണ്ട് കരഞ്ഞു. ഭദ്ര നിലത്ത് പൊട്ടി വീണ ബോട്ടിലേക്ക് നോക്കി. പിന്നെ ദേഷ്യത്തിൽ ലച്ചുവിൻ്റെ കവളിലേക്ക് അടിച്ചു. എന്ത് പണിയാണ് നീ കാണിച്ചത്? ഇത് എന്തിനാ പൊട്ടിച്ചത്? ഇനി എൻ്റെ കയ്യിൽ വേറെ വിഷം വാങ്ങാൻ പോലും പൈസ ഇല്ലമ്മ. നീ എന്താ കാണിച്ചത്? അതും പറഞ്ഞ് ഭ്രാന്തിയെ പോലെ ഭദ്ര ലച്ചുവിൻ്റെ കൈക്കിട്ടും മറ്റും ചുമ്മാ തല്ലിക്കൊണ്ടിരുന്നു. ലച്ചു വേദന കൊണ്ട് കരഞ്ഞു. അത് കേട്ട ഭദ്ര ഞെട്ടലോടെ അടിക്കുന്നത് നിർത്തി അവളെ നോക്കി. പിന്നെ കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു. ചേച്ചിയോട് ക്ഷമിക്കടി. ലച്ചുവിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല മോളെ. ഭദ്ര ഏറെ നേരത്തിന് ശേഷം കുറച്ച് നോക്കിയായതും പറഞ്ഞു. ഞാൻ ഒരു കാര്യം പറയട്ടെ ചേച്ചി? ലച്ചു കരഞ്ഞുകൊണ്ട് ഭദ്രയിൽ നിന്ന് അകന്നു മാറി അവളെ നോക്കിക്കൊണ്ട് ചോദിച്ചു. ഭദ്ര എന്താ എന്ന പോലെ അവളെ നോക്കി. കഴിഞ്ഞ തവണ അർജുൻ സാർ ചേച്ചിയുടെ മുന്നിൽ ഒരു ഓഫർ വെച്ചില്ലേ, അത് സ്വീകരിച്ചൂടെ? പെട്ടെന്ന് ലച്ചു ചോദിക്കുന്നത് കേട്ടതും ഒന്നും മനസ്സിലാകാതെ ഭദ്ര അവളെ നോക്കി. അന്ന് പുറത്തു നിന്ന് നിങ്ങൾ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. അർജുൻ സാർ ചേച്ചീനെ വേണമെന്ന് പറഞ്ഞില്ലേ? അത് ലച്ചു ഒന്നുകൂടി പറഞ്ഞപ്പോഴാണ് ഭദ്രയും അതിനെപ്പറ്റി ഓർക്കുന്നത്. ചേച്ചി ഇപ്പോൾ മനസ്സ് വെച്ച് ആ മെമ്പറുടെ അടുത്തേക്ക് പോയില്ലേ, അതിൻ്റെ പകുതി മനസ്സ് പോരെ അർജുൻ സാറിൻ്റെ അടുത്തേക്ക് പോകാൻ? സാറാകുമ്പോൾ ചേച്ചി ഒരിക്കൽ സ്വന്തം ശരീരം കൊടുത്തതുകൊണ്ട് ലച്ചു മടിച്ച് പഠിച്ച് പറഞ്ഞു. ഭദ്ര അവളെ കണ്ണെടുക്കാതെ നോക്കി. നമുക്ക് ജീവിക്കാൻ ചേച്ചി, എനിക്ക് പഠിക്കണം ചേച്ചി. നമുക്ക് 3 നേരം ആഹാരം കഴിക്കണ്ടേ? ചാകാതെ ജീവിക്കുന്നതിനെ പറ്റി ചിന്തിക്കാൻ നമുക്ക്. ഭദ്ര ഒന്നും മിണ്ടിയില്ല. ചേച്ചി സാറിൻ്റെ ഓഫർ സ്വീകരിച്ചില്ലേ ഞാൻ ഇനി രമേശൻ മെമ്പറെ കാണാൻ പോകും. ഞാൻ അയാൾക്ക് കിടന്ന്. ലച്ചു പറഞ്ഞു വരുന്നത് കേട്ട് ഭദ്ര അവൾക്ക് നേരെ അലറി. എന്തൊക്കെയാ ലച്ചു പറയുന്നത്? ഭദ്ര കരഞ്ഞുകൊണ്ട് ചോദിച്ചു. എനിക്ക് മരിക്കാൻ പേടിയാ ചേച്ചി. ചേച്ചി മരിച്ചാലും എനിക്ക് പേടിയാ. നമുക്ക് മരിക്കണ്ട, എനിക്ക് പേടിയാ. ലച്ചു കരഞ്ഞുകൊണ്ട് മുഖം പൊത്തി. ഭദ്രയും കരഞ്ഞു പോയി. അവൾ വേഗം ലച്ചുവിനെ കെട്ടിപ്പിടിച്ചു. ലച്ചു ഭദ്രയുടെ നെഞ്ചിലേക്ക് മുഖം അമർത്തി കരഞ്ഞു. നമ്മൾ മരിക്കുന്നില്ല മോളെ, നീ പേടിക്കണ്ട. ഭദ്ര അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അവളുടെ മനസ്സിൽ അർജുൻ പറഞ്ഞത് ഓർമ്മ വന്നു. എനിക്ക് നിന്നെ വേണം ഭദ്ര, എൻ്റേത് മാത്രമായി. എനിക്ക് നിൻ്റെ ശരീരം വേണം.